എലപ്പുള്ളിയിലെ ബ്രൂവറി പ്ലാന്റ് അനുമതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. മദ്യനയം മാറ്റിയത് ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ദില്ലി മദ്യനയ അഴിമതിയിൽ ഉൾപ്പെട്ട BRS നേതാവ് K കവിത ഒയാസിസിന് വേണ്ടി കേരളത്തിലെത്തിയെന്നും സതീശൻ ആരോപിക്കുന്നു. നിയമസഭയിലെ ചോദ്യങ്ങളിൽ നിന്ന് എക്സൈസ് മന്ത്രി ഒളിച്ചോടിയെന്നും ബ്രൂവറിക്ക് പിന്നിൽ വൻ അഴിമതിയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. അവരുടെ പ്രതികരണങ്ങളിലേക്ക് ആദ്യം. അവർ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ, അവരെവിടെ താമസിച്ചത് നിങ്ങൾ അന്വേഷിക്കുക. ഈ ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ വന്നതും കേരളത്തിലെ ആളുകളുമായിട്ടും സംസാരിച്ചത്, ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ്. മദ്യനിർമ്മാണ കമ്പനികൾ ആരംഭിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം. ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മാത്രം ഈ മദ്യനിർമ്മാണ കമ്പനികൾ മുഴുവൻ നൽകാനുള്ള ഒരു ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ട്. അതാണ് അഴിമതി. അതൊരു ഫേവറേറ്റിസമാണ്, അത് നെപ്പോട്ടിസമാണ്. ഇറ്റ്സ് എമൗണ്ട് കറപ്ഷൻ. ഇതാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞ കാര്യം. ഞാൻ അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. സർക്കാരിൻ്റെ മദ്യനയം മാറ്റുന്നതിൽ ഒയാസിസ് കമ്പനി മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് രേഖകൾ പറയുന്നത്. ആരോടും കൂടിയാലോചിക്കാതെ, ചർച്ച ചെയ്യാതെ, സുതാര്യമല്ലാതെ ആ മദ്യനയം മാറ്റിയതിന്റെ പിന്നിൽ ഒയാസിസ് കമ്പനിയാണ്. സ്വാഭാവികമായിട്ടും സത്യപ്രതിജ്ഞാ ലംഘനമാണ് മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും ചെയ്തിരിക്കുന്നത്. ലെബി സജീന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. ലെബി സജീന്ദ്രൻ, കോൺഗ്രസ് ആരോപണം കടുപ്പിക്കുകയാണ്. ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ K കവിതയ്ക്കാണ് ഇതിൽ നേരിട്ട് ബന്ധം. ഒയാസിസിന് വേണ്ടി കേരളത്തിലെത്തിയത് കവിതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നേതാക്കൾ പറയുന്നത്. ഇതിലെത്രത്തോളം കഴമ്പുണ്ട്? എക്സൈസ് മന്ത്രിയുടെ പ്രതികരണങ്ങൾക്ക് കൃത്യമായ മറുപടിയും നേതാക്കൾക്കുണ്ടോ? വിനീത, കൂടുതൽ പ്രതിരോധത്തിൽ സർക്കാരിനെ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും മാധ്യമങ്ങളെ കണ്ട് ഇന്ന് പ്രതികരിച്ചത്. ഡൽഹി മദ്യനയ കേസിലെ പ്രതിയും BRS നേതാവുമായ K കവിത കേരളത്തിലെത്തി ഒയാസിസ് കമ്പനിക്ക് വേണ്ടി ഇടപെടൽ നടത്തി എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇരുവരും ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ നടത്തിയത്. VD സതീശൻ മലപ്പുറത്തും രമേശ് ചെന്നിത്തല ആലപ്പുഴയിലുമാണ് മാധ്യമങ്ങളെ കണ്ടത്. ഇവർ രണ്ടുപേരും K കവിതയുടെ കേരളത്തിലെ സന്ദർശനവും ഇവരുടെ ഇടപെടലും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഒപ്പം തന്നെ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി വഴിവിട്ട നീക്കങ്ങളാണ് സർക്കാരും എക്സൈസ് മന്ത്രിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒയാസിസ് കമ്പനിക്ക് വേണ്ടി ആദ്യം അപേക്ഷ നൽകിയപ്പോൾ ഇത് നിരസിക്കപ്പെട്ട കമ്പനിക്ക് വീണ്ടും എങ്ങനെയാണ് ഇതിന് അനുമതി ലഭിച്ചത്? ഇതിന് മറുപടി പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇത്തരത്തിൽ വഴിവിട്ട സഹായമാണ് ഒയാസിസ് കമ്പനിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇരു നേതാക്കളും ഇന്ന് വന്നത്. അതുകൂടാതെ പാലക്കാട് MP VK ശ്രീകണ്ഠനും സമാനമായ രീതിയിൽ തന്നെ ഒയാസിസ് കമ്പനിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തി. ഏതായാലും പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന്റെ മൂർച്ച ഒന്നുകൂടി കൂട്ടിക്കൊണ്ട് തന്നെയാണ് നേതാക്കൾ ഓരോരുത്തരായി ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്.